ഇഷാൻ, കേരള സർക്കാരിന്റെ കെ ഫോൺ പദ്ധതി അറിയാലോ? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. അതിനൊരു ഭാഗ്യചിഹ്നമുണ്ട്. പേരെന്താ ഭാഗ്യചിഹ്നത്തിന്റെ? കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം ഒരു കടുവയല്ലേ? യെസ്, ടീഷർട്ട് ഇട്ട ഒരു കടുവയാണ്. പേര് ഷേർഖാനോ? അത് മൗഗ്ലിയുടെ അതില. ഇത് ഫിബോ. ഓക്കെ, ഫിബോ ആണ് കെ ഫോണിന്റെ ഭാഗ്യചിഹ്നമായ ടീഷർട്ട് ഇട്ട കടുവ. ഓക്കെ, രാജ്യത്തെ തന്നെ, അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വയോജന കമ്മീഷൻ, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ ഒരു സംസ്ഥാനം പ്രഖ്യാപിച്ചു. ഏതാണ് ആ സംസ്ഥാനം എന്നതായിരുന്നു ചോദ്യം. കേരളം ഈസ് ദ കറക്റ്റ് ആൻസർ. അതിന്റെ ചെയർമാൻ ആരാന്നറിയാമോ? ഓർത്തിരിക്കുക, കെ സോമപ്രസാദ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ടൊരു വയോജന കമ്മീഷൻ കൊണ്ടുവന്നത് കേരളത്തിലാണ്. അതിന്റെ ചെയർമാൻ കെ സോമപ്രസാദ്. ഈ അടുത്ത് അന്തരിച്ച ഒരു വനിത, ഒരു ഡോക്ടറാണ്. അവരുടെ പ്രത്യേകത ഒരു ഫോറൻസിക് സർജൻ ആയിരുന്നു. കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ എന്നും ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ഫോറൻസിക് സർജൻ എന്നും പേരുള്ള, പ്രത്യേകതയുള്ള ആ വനിതയുടെ പേര്, ആ ഡോക്ടറിന്റെ പേര് അറിയില്ല? ഒന്ന് ഓർത്ത് നോക്കിക്കേ, കിട്ടുമായിരിക്കും. അടുത്തെത്തി. ഡോക്ടർ ഷെല്ലി അല്ല, ഷേർലി വാസു. ഓക്കെ, അപ്പൊ ഡോക്ടർ ഷേർലി വാസു ആണ് ഈ അടുത്ത് അന്തരിച്ച ഫോറൻസിക് സർജൻ. അവരുടെ പ്രത്യേകതയും മനസ്സിലായല്ലോ. അപ്പൊ പേര് ഓർത്തു വെക്കുക, ഡോക്ടർ ഷേർലി വാസു. ഈ അടുത്ത് അവസാനിച്ച കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് ലീഗ്, കേരള ക്രിക്കറ്റ് ലീഗ് KCL, ഇത്തവണത്തെ ചാമ്പ്യൻ ആരാണ്? നമ്മുടെ സഞ്ജുവിന്റെ ടീമാണ്. യെസ്, കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ഇസ് ദ കറക്റ്റ് ആൻസർ. സഞ്ജുവിന്റെ ഒക്കെ ടീം ആകട്ടോ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജഗദീപ് ധൻകർ രാജിവെക്കുകയും ഈ അടുത്ത് തന്നെ ഇലക്ഷൻ നടന്ന് പുതിയ വൈസ് പ്രസിഡന്റ് വരികയും ചെയ്തു. ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? CP രാധാകൃഷ്ണൻ. ശരിയായ ഉത്തരം. ആ CP രാധാകൃഷ്ണൻ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു. ഏത് സംസ്ഥാനത്തിന്റെ? ബീഹാർ അല്ല, മഹാരാഷ്ട്രയാണ്. ഓർക്കുക. അപ്പൊ ഇന്ത്യയുടെ പുതിയ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ, അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. ഓക്കെ.